Hi, welcome. Hope you all are fine and going on well. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ അവന് ഒരു ബസ്സുണ്ട്, അതല്ലെങ്കിൽ അവർക്കൊരു കാറുണ്ട്, അവൾക്ക് ഷട്ടിൽ ബാറ്റുണ്ട്, ഇങ്ങനെ ഉണ്ട് അഥവാ അവനുണ്ട്, അവൾക്കുണ്ട്, അവർക്കുണ്ട് എന്നൊക്കെയുള്ള വാക്കുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നായിരുന്നു പഠിച്ചിരുന്നത്. ഇന്നു നമ്മൾ അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ എങ്ങനെ പറയുമെന്നാണ് പഠിക്കുന്നത്. എങ്ങനെയായിരിക്കും പറയുന്നത്? നമ്മൾ നേരത്തെ ദ ഹാവ്, ഐ ഹാവ്, ഷീ ഹാസ്, ഹി ഹാസ് ഫുട്ബോൾ, ഹി ഹാസ് എ കാർ, ദ ഹാവ് എ ബസ്, ഓക്കെ, ദ ഹാവ് മാംഗോസ് വിത്ത് ദം, അവരുടെ കയ്യിൽ മാംഗോ ഉണ്ട്, ഓക്കെ. ഷി ഹാസ് എ കാർ, ഷി ഹാസ് എ ബൈസിക്കിൾ, അവൾക്കൊരു ബൈസിക്കിളുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഐ ഹാവ്, ദേ ഹാവ്, ഷി ഹാസ്, ഹി ഹാസ്, ബാബു ഹാസ്, ബാബു ഹാസ് എ ബൈസിക്കിൾ, ബാബു ഹാസ് എ ബൈക്ക്. ബാബു ആയപ്പോൾ, അതല്ലെങ്കിൽ സിംഗുലാർ നൗൺസ് ആയപ്പോൾ, ഒരാളായപ്പോൾ ഹാസ് എന്നും, ഐ എന്നോ അതല്ലെങ്കിൽ യു എന്നോ അതല്ലെങ്കിൽ മറ്റു പ്ലൂറൽ സബ്ജക്ട്സ് ആയപ്പോൾ എല്ലാം നമ്മൾ ഹാവ് എന്നും ഉപയോഗിച്ചു. ഇനി ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഏത് സബ്ജക്ട്സ് ആണെങ്കിലും വളരെ സിമ്പിൾ, ഹാഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഐ ഹാഡ് എ കാർ, ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നു. എന്നാണ് ഉണ്ടായിരുന്നത്? ബിഫോർ 2 years, 2 വർഷം മുമ്പ് എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. ഐ ഹാഡ് എ കാർ ബിഫോർ 2 years. ഷീ ഹാഡ് എ ഫ്രണ്ട്, ഷീ ഹാഡ് എ ഫ്രണ്ട്, അവൾക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ ഫ്രണ്ട് ബിഫോർ 2 months, ബിഫോർ 2 months, 2 മാസം മുമ്പ് അവൾക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, വളരെ ഹെൽപ്ഫുള്ളായിരുന്നു, റൈറ്റ്. അപ്പോൾ ഉണ്ടായിരുന്നു. ദേ ഹാഡ് എ പിയാനോ, ദേ ഹാഡ് എ പിയാനോ ബിഫോർ 2 months, ദേ ഹാഡ് എ പിയാനോ ബിഫോർ 2 months, അവർക്ക് 2 മാസം മുമ്പ് ഒരു പിയാനോ ഉണ്ടായിരുന്നു, 2 മാസം മുമ്പ് ഒരു പിയാനോ ഉണ്ടായിരുന്നു. രാമു ആൻഡ് കോമു ഹാഡ് തൗസൻഡ്സ് ഓഫ് മണി, രാമു ആൻഡ് കോമു ഹാഡ് തൗസൻഡ്സ് ഓഫ് മണി ബിഫോർ 5 years, ബിഫോർ 5 years, ഓക്കെ. ഐ ഹാഡ് many friends when I was in 10th class, I had many friends when I was in 10th class, ഞാൻ 10th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക്, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണിത് പറയുന്നത്, സിമ്പിൾ. ഹാഡ് എന്ന് ഉപയോഗിച്ചാൽ മതി. എന്തിൻ്റെയും കൂടെ ഹാഡ് ഉപയോഗിക്കാം. അന്നുണ്ടായിരുന്നു, 2 വർഷം മുൻപുണ്ടായിരുന്നു, അതല്ലെങ്കിൽ 5 മാസം മുമ്പ് ഉണ്ടായിരുന്നു, എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു, റൈറ്റ്. ബാബു ഹാഡ് many toys, or Babu had so many toys in his childhood, in his childhood, കുട്ടിക്കാലത്ത് ബാബുവിന് ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു, ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ ഇത് സിമ്പിളായി പറയാൻ കഴിയും. ഉണ്ട് എന്നതിന് ഹാവ് ഓർ ഹാസ് എന്നും, ഉണ്ടായിരുന്നു എന്നതിന് ഹാഡ് എന്നുമാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ എക്സാമ്പിൾസ് പറഞ്ഞും എഴുതിയും പരിശീലിച്ചു നോക്കൂ. Some more examples you may comment or you may write in comment box below. Thank you. Bye bye. Take care.